സാറിനെ തേജോവധം ചെയ്യാൻ വേണ്ടി കരുക്കൾ നീക്കിയത് മുഴുക്കനും സരിതയും ഈ ഗണേഷ് കുമാറുമാണ്. തർക്കമില്ല. അതിന്റെ ശാപമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ സ്വഭാവം അതാണ്. ഉമ്മൻചാണ്ടി സാറിന്റെ അടുത്ത് പറഞ്ഞത് മോശമാണ്. കാരണം അങ്ങേര് പാവം, പുള്ളിക്ക് ഇത്രയും പ്രായ ഒരാൾ ഇങ്ങനെ ചെയ്യുന്ന ആർക്കെങ്കിലും അറിയാൻ തോന്നുന്നില്ല. അപ്പൊ പുള്ളി അതും ഒരു കാരണമാണെന്ന് വേണമെങ്കിൽ പറയാം. ആയിരിക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മനുഷ്യനെ ഒരുപാട് തേജോവധം ചെയ്തിട്ടുണ്ട്. ആളെ ഇതിനകത്ത് വലിച്ചഴിച്ച് ഭരണത്തിൽ നിന്നും എല്ലാം ആളെ ഒതുക്കി നിർത്തിയതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഈ ഗണേഷ് കുമാർ തന്നെയാണ്. അവൻ ഭൂലോകം തന്നെ. എനിക്ക് നേരത്തെ അറിയാം അവന്റെ ഒരു ബിൽഡിങ്ങിൽ എനിക്കറിയായിരുന്നു അവനെ. അത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ. അദ്ദേഹം ഒരിക്കലും, ഞാനൊരു വേറൊരു രാഷ്ട്രീയ ചിന്താഗതിക്കാരനാണ്, പക്ഷെ അദ്ദേഹം ഒന്നും അങ്ങനെ ഒരിക്കലും ചെയ്യുന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളായിട്ടല്ല. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പ്രായമുള്ള ആളെയാണ് അത്രയും മോശമായിട്ട് അയാൾ ചിത്രീകരിക്കുകയും അതൊക്കെ ചെയ്തത്. അപ്പൊ അതിന്റെയൊക്കെ നമ്മ ചെയ്യുന്ന കുറെ കാര്യങ്ങള് തിരിച്ചടി നമുക്ക് കിട്ടും. അതിന്റെ തിക്തഫലമായിരിക്കും അനുഭവിക്കുന്നത്. അല്ല, അങ്ങനെ കിട്ടണമല്ല. ഇതെന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാല് ഒരു പഴമൊഴി ഉണ്ടല്ലോ, ഇതെല്ലാം കാണുന്ന ഒരാളുണ്ടല്ലോ, അയാളുടെ അച്ഛൻ തന്നെ പറഞ്ഞേക്കണതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്ന് വൈറലല്ലേ. അപ്പൊ അത് തന്നെ കേട്ടാ മതി. മന്ത്രി ഗണേഷ് കുമാറിനെ കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ആരെങ്കിലും ഇവനെ കുറിച്ചൊക്കെ നല്ലത് പറയുമോ? കാരണം അമ്മാതിരി പ്രവൃത്തികളാണ് ഇവനൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവനൊക്കെ ചെയ്തിരിക്കുന്നതിന്റെ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കുള്ള ശിക്ഷ അത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഭാര്യ തന്നെ ഇവന്റെ അവിഹിതം നേരിട്ട് കാണുന്നു, അത് ജനങ്ങളോട് അല്ലെ ലോകത്തോട് വിളിച്ചു പറയുന്നു. അതിനും വലിയൊരു നാണക്കേട് ഇവന് വേറെ വല്ലതും ഉണ്ടോ? എന്തായാലും ഇപ്പൊ നല്ല രീതിയിൽ നാണം കെട്ട് നാറി മെഴുകിയിരിക്കുകയാണ്. എന്നിട്ടും അവൻ തല ഉയർത്തിപ്പിടിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ കാണിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അയ്യോ ഭയങ്കരം തന്നെ. ഇവനൊക്കെ ഉണ്ടല്ലോ ഈ ഭൂമിയിൽ നിന്ന് നരകിച്ചിട്ടേ ഇവിടുന്ന് അവനൊക്കെ പോകുള്ളൂ.